ഹലോ ആസ്പിരൻസ്, ഒരു ക്വിക്ക് വീഡിയോ ആണ്. കുമാരനാശാൻ എങ്ങനെ PSC കറണ്ട് അഫേഴ്സ് ചോദ്യമാകും എന്ന് നോക്കാം. ഡിഗ്രി പ്രിലിംസിൻ്റെ 2024, അതായത് മെയ് 11 നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു: കുമാരനാശാൻ അന്തരിച്ച വർഷം എന്നാണെന്ന്. അപ്പോൾ ഇത് കാണുമ്പോൾ PSC ഉദ്യോഗാർത്ഥികൾക്കൊരു ഡൗട്ട് തോന്നും. എല്ലാ പ്രമുഖ വ്യക്തികളുടെയും ജനന വർഷവും അന്തരിച്ച വർഷവും ഒക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ടോ എന്ന്. അങ്ങനെയല്ല, കുമാരനാശാൻ ഒരു കറണ്ട് അഫേഴ്സ് ടോപ്പിക്കായിരുന്നു. അതുകൊണ്ട് കുമാരനാശാനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോയവർക്ക് ഈ ചോദ്യം ഉത്തരം എഴുതാൻ സാധിക്കുമായിരുന്നു. ഇനി എങ്ങനെയാണ് കറണ്ട് അഫേഴ്സ് ടോപ്പിക്കായി കുമാരനാശാൻ മാറിയതെന്ന് നോക്കാം. 2024 ജനുവരി 16 അദ്ദേഹത്തിനെ കുറിച്ച് വന്നൊരു ആർട്ടിക്കിളാണ്. അദ്ദേഹം വിട പറഞ്ഞിട്ട് 2024 ആകുമ്പോൾ 100 ആണ്ട് ആയി. അപ്പോൾ അതിനെക്കുറിച്ച് മനോരമയിൽ വന്നൊരു ആർട്ടിക്കിളാണിത്. മഹാകവി കുമാരനാശാൻ ബോട്ട് അപകടത്തിൽ മരണമടഞ്ഞിട്ട് ഇന്ന് 100 വർഷം. 1924 ജനുവരി 16 പുലർച്ചെ ആലപ്പുഴയിലെ പല്ലനയാറ്റിലായിരുന്നു അപകടം. മനസ്സിലായോ? അപ്പോൾ ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട് പോയവർക്ക്, അല്ലെങ്കിൽ ഈ കറണ്ട് അഫേഴ്സ് പ്രിപ്പയർ ആയിട്ട് പോയവർക്ക് എഴുതാൻ പറ്റും. ഇനി കുമാരനാശാനെ പറ്റി ഉള്ള ഒരു അനുബന്ധ ചോദ്യം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ചത് ഏത് കവിയുടേതാണ്? കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തിനോടനുബന്ധിച്ച് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, കുമാരനാശാൻ്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ്. അത് വീണ്ടും പ്രദർശിപ്പിച്ചിരുന്നു. ഇത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കുമാരനാശാനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും ഒക്കെ ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കാണുക, പ്രിപ്പയർഡ് ആയിട്ട് എക്സാമിന് പോകും. അപ്പോൾ കറണ്ട് അഫേഴ്സിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഏത് ടോപ്പിക്കാണ് റിലവൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതെന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ.